അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മകൻ്റെ അടുത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ് ഐഷുമ്മ. പഠിച്ച റബ്ബേ, എൻ്റെ കുട്ടി എത്ര ദിവസം ഈ കിടത്തം ഇങ്ങനെ കിടക്കും? റബ്ബേ, എൻ്റെ കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാ റഹ്മാനെ നീ ഇങ്ങനെയുള്ള ശിക്ഷ അവന് നൽകിയത്? ആ ഉമ്മ സങ്കടപ്പെട്ടുകൊണ്ട് പഠിച്ചവനോട് പറഞ്ഞു. പിന്നെ ഉമ്മ തന്നെ കരുതി, അല്ലെങ്കിലും നല്ല ആളുകൾക്ക് പരീക്ഷണം പടച്ച റബ്ബ് കൊടുക്കും. അതായിരിക്കും എൻ്റെ കുട്ടിക്ക് പറ്റിയത്. അല്ലാതെ ഒരു ഉറുമ്പിനെ പോലും എൻ്റെ കുഞ്ഞ് നോവിച്ചിട്ടില്ല. ഒരിക്കലും കരുതിക്കുട്ടി ആരെയും ഒന്നും ചെയ്തിട്ടുമില്ല. എന്തിനാ കൂടുതൽ വിഷമിക്കണ്? അള്ളാഹുവിൻ്റെ റസൂലിന് വരെ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിനപ്പുറത്തൊന്നും ഇല്ലല്ലോ ഇത്. അള്ളാഹ് എൻ്റെ കുട്ടിക്ക് വേഗം നീ ഷിഫ നൽകി റഹ്മാനെ. ഉമ്മ ഷമ്മാസിനെ നോക്കി ഓരോന്ന് ചോദിക്കും. ഒന്നും വ്യക്തമല്ലാത്ത രീതിയിൽ ഷമ്മാസ് ചുണ്ടനക്കുവാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ ഉമ്മ ചോദിച്ചതിനുള്ള ഉത്തരം പലപ്പോഴും അത് പുറത്ത് പറയാനൊന്നും ഷമ്മാസിന് കഴിയാത്തൊരവസ്ഥ. ഇനി മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് മാറ്റിയാലോ എന്നൊരു ചിന്താഗതിയുമുണ്ട്. ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞത് ഇനി ഇതേ കാര്യമായിട്ട് മെഡിസിൻ ഇല്ല, നമ്മൾ ട്രീറ്റ്മെൻറ്റിലൂടെ അത് ശരിയാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തി അതൊക്കെ സെറ്റായിക്കോളും എന്നൊക്കെയാണ് പറഞ്ഞത്. പഠിച്ചോനെ, എൻ്റെ കുട്ടിയെ നീ കാത്തുരക്ഷിക്കണേ. ഇനിയിപ്പോൾ എന്താണൊരു വഴി? ആ ഉമ്മ ആലോചിക്കുന്നു. ഉമ്മയുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ ഉയർന്നു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുട്ടി ആദ്യം തന്നെ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, ഉമ്മ, ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഹിജാബ് ധരിക്കണേ സ്വാലിഹായ പെൺകുട്ടികളെ കല്യാണം കഴിക്കുള്ളൂ കേട്ടോ. അപ്പോഴല്ല ഞാൻ അവനോട് പറയും, മോനെ, അതൊക്കെ എവിടെ നിന്ന് കിട്ടാനാ അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ? അതൊക്കെ മോനെ ഇപ്പോൾ പ്രയാസമാണ്. ഇപ്പോഴെന്ന് വെച്ചാൽ ഫാഷൻ ലോകത്ത് നടക്കുന്ന കുട്ടികളല്ലേ. അപ്പോൾ മോനെ അതൊന്നും നടക്കൂല, നമ്മളെ മനസ്സത്തെ ആഗ്രഹമൊന്നും. ഇനിയിപ്പോൾ ഏതെങ്കിലുമൊക്കെ പെൺകുട്ടികളെ കെട്ടിക്കൊണ്ട് വന്നിട്ട് നമ്മളെ രീതിയിൽ നടത്തുകയാണെങ്കിൽ കുഴപ്പമില്ല. അതും മോനെ നടക്കാൻ തയ്യാറാവോ ആരെങ്കിലും? ഇല്ല, എല്ലാവർക്കും നല്ല അടിപൊളിയായി ജീവിക്കണം എന്നൊക്കെ തന്നെയാണ് ആഗ്രഹം. മോൻ്റെ ആഗ്രഹം അത് ഉമ്മ അതെല്ലാം നടക്കും, നോക്കിക്കോളി. അങ്ങനെയാണ് എൻ്റെ പൊന്നു മോനെ എന്നോടത് പറഞ്ഞത്. ഉമ്മ, ഹിജാബ് ധരിച്ച് നടക്കുന്ന ഒരു പെണ്ണുണ്ട്, അവളെനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉമ്മ, അവളെ ഞാൻ നിക്കാഹ് കഴിച്ചാലോ? ഉമ്മാക്ക് സമ്മതാണോ? ശരിക്കും എന്നോടത് അവൻ പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. പിന്നീടാണ് ആ ഒരു സത്യം ഞാൻ അറിഞ്ഞത്. ഉമ്മ, ഞാൻ വിവാഹം കഴിക്കാൻ നിൽക്കുന്ന പെണ്ണ് ആദ്യം മറ്റൊരുത്തൻ്റെ ഭാര്യയായിരുന്നു. ഇപ്പോൾ അവൾ ഡൈവോഴ്സാണ്. അത് കേട്ടപ്പോൾ ഞാൻ അവനോട് കുറേ പറഞ്ഞു. എന്താ മോനെ നീ പറയണത്? 24 വയസ്സായൊരു ചെക്കനാണ് ഈ പൊന്ന് കെട്ടിയ പെണ്ണിനെ കെട്ടേണ്ട വല്ല ആവശ്യമുണ്ടോ? അനക്കൊക്കെ എത്രയോ നല്ല മണിമുത്തുകൾ പോലത്തെ പെൺകുട്ടികളെ കിട്ടും. അന്ന് ഞാൻ എൻ്റെ കുട്ടിനെ കുറേ ശകാരിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് അവൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ്. ഒന്ന് കെട്ടിച്ച പെണ്ണിനെയൊക്കെ കെട്ടുക എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അത് വീട്ടുകാരൊക്കെ അറിഞ്ഞ് എല്ലാവരും കളിയാക്കലൊക്കെ തുടങ്ങി. പാവം, എൻ്റെ കുട്ടിൻ്റെ മനസ്സിൽ ആരാ എന്താ ഏതാ ഒന്നും അറിയില്ലല്ലോ. എന്തായാലും അവൻ്റെ ഇഷ്ടം പോലെ തന്നെ പിന്നീട് ഞാനത് അവനക്ക് സമ്മതിച്ചു കൊടുത്തു. മോനെ, എൻ്റെ പൊന്നു മോനെ ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ കല്യാണം കഴിച്ചോ. എൻ്റെ കുട്ടിയുടെ ഇഷ്ടമല്ലേ നമുക്ക് വലുത്. അതുകൊണ്ട് എൻ്റെ മോനെ ഇഷ്ടപ്പെട്ടിന് പെണ്ണിനെ കല്യാണം കഴിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ കുട്ടിക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോ കേട്ടോ. എൻ്റെ കുട്ടീൻ്റെ കാര്യത്തിൽ ഒന്നിനും മുന്നിട്ടിറങ്ങാൻ ആരുമില്ല, കുട്ടീൻ്റെ ഉപ്പ പോലുമില്ല. പിന്നെ ജ്യേഷ്ഠന്മാരൊക്കെ അല്ലേ, അവരുടെ കഥയൊക്കെ നിനക്ക് അറിയണമല്ലേ. ഒരാളാണെങ്കിൽ പെണ്ണുങ്ങളെ പേടിച്ച് ജീവിക്കുക, മറ്റാളാണെങ്കിൽ ആ കോലത്തിൽ. പിന്നെ ഇപ്പോൾ ആരാ നമുക്ക്? എൻ്റെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ആളേതെന്ന് വെച്ചാൽ പെണ്ണെന്ന് വെച്ചാൽ അവളെ തന്നെ കല്യാണം കഴിച്ചിട്ടോ. ഉമ്മ നല്ല രീതിയിൽ സമ്മതമൊക്കെ കൊടുത്തു. വിവാഹത്തിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയാക്കി തുടങ്ങിയിരുന്നു. അതെ, മിഠായി കൊടുക്കുവാനുള്ള മിഠായി വരെ വാങ്ങി വെച്ചിരുന്നു. അതിനിടക്കാണ് പഠിച്ചോനെ എൻ്റെ കുട്ടിക്ക് ഈ ഒരു അവസ്ഥ വന്നത്. ഇനിയിപ്പോൾ എൻ്റെ കുട്ടിയുടെ മനസ്സിൽ ആ പെണ്ണിനോട് അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ പഠിച്ചോനെ ആ പെണ്ണൊന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ച് പോവുകയാണ് പഠിച്ചോനെ. ഒരിക്കലും ഞാനിത് ആഗ്രഹിക്കാൻ പാടില്ല. കാരണം നിക്കാഹ് കഴിയാത്ത പെണ്ണാണ്, ഒരിക്കലും കൊണ്ടുവരുന്നൊന്നും ശരിയല്ല. അതുമല്ല, അങ്ങനെ ദീനിയായി നടക്കുന്ന കുട്ടിയൊക്കെ ആകുമ്പോൾ അത് അവരെ വീട്ടുകാർക്കും പറ്റൂല
ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എൻ്റെ മോൻക്ക് എനിക്ക് തോന്നുക ആ പെൺകുട്ടി എൻ്റെ കുട്ടീൻ്റെ അടുത്ത് എത്തിയാൽ ഓൻ്റെ അസുഖമൊക്കെ ഷിഫയാകും, ഓന് പഴയ പോലെ ആക്റ്റീവ് ആവും എന്നൊക്കെ എനിക്കിങ്ങനെ തോന്നുകയാണ്. ഉമ്മ പെട്ടെന്നതാ ഷമ്മാസിൻ്റെ ഒരു വിളി. മോനെ, എൻ്റെ പൊന്നു മോനെ, ഉമ്മാൻ്റെ കുട്ടിക്ക് എന്താ? ഉമ്മ. ഷമ്മാസത വീണ്ടും എന്തോ പറയുവാൻ വേണ്ടി വെമ്പി നിൽക്കുന്നു. എന്താണ് പറയുന്നതെന്ന് ഉമ്മക്കത് മനസ്സിലാകുന്നില്ല. എന്തായിരിക്കും എൻ്റെ കുട്ടി പറയുന്നത്? പിന്നീട് ഉമ്മയേതാ വീണ്ടും വിളിക്കുന്നു. ഉമ്മയെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഉമ്മ. അവൻ്റെ കണ്ണുകൾ അപ്പോഴേക്കും നിറഞ്ഞിരുന്നു. മോനെ, എൻ്റെ പൊന്നു മോൻ സംസാരിക്ക്. അങ്ങനെ തന്നെ പറയൂ. പറയാനുള്ളതൊക്കെ ഉമ്മയോട് പറയൂ. ഉമ്മ അതാ കേട്ട് നിൽക്കുന്നുണ്ടില്ലേ? എൻ്റെ മോൻ പറയൂ. എന്താണ്? എൻ്റെ കുട്ടി പറയൂ. ഉമ്മ, ഹിജാബി അവളോട് വേറെ. അത് പറഞ്ഞ് ഷമ്മാസിൻ്റെ കണ്ണുകളതാ നിറഞ്ഞൊഴുകുന്നു. പൊന്നു മോനെ, ഈ എന്താ പറയണത്? ഹിജാബി അവളെ വേറെ കല്യാണം കഴിച്ചോട്ടെ എന്ന് പറയൂ. മോനെ, എൻ്റെ കുട്ടിക്ക് അതൊരിക്കലും സമ്മതമല്ല, എനിക്കറിയാം. കാരണം എൻ്റെ മനസ്സിലാ പെണ്ണല്ലേ. വേറെ കല്യാണം കഴിച്ചോട്ടെ എന്ന് പറയാനല്ല പറയണത്. മോനെ, എന്നോട് സ്നേഹമുള്ള പെണ്ണാണെങ്കിലേ, ഈ ഇതുവരെ സ്നേഹിച്ച ആ പെണ്ണിന് എന്നോട് അത്ര സ്നേഹം ഉണ്ടെങ്കിലേ മോനെ അതിനവൾ സമ്മതിക്കുമോ? ഉമ്മ, ആരും രക്ഷപ്പെട്ടോട്ടെ. ഇനി എൻ്റെ ജീവിതം കൊണ്ട് എന്താ ഈ ഒരു നിലയിൽ ഞാൻ. മോനെ, എൻ്റെ പൊന്നു മോൻ റെഡി ആവും. നീ ഉഷാറാകെ, ഒരു കുഴപ്പമുണ്ടാവില്ല. ഉമ്മ അവൻക്ക് ധൈര്യം കൊടുത്തു. മോനെ, നീ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കല്ലോ. നമുക്ക് പെൺകുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് ഈ ദുനിയാവിൽ. ഒരു കുട്ടി മാത്രമൊന്നല്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരിക്കലും നിന്നെ അവൾ നല്ല രീതിയിൽ സ്നേഹിച്ചിട്ടുണ്ട്. ആത്മാർത്ഥമായി നിന്നോട് അവളുടെ മനസ്സിൽ സ്നേഹമുണ്ട് എങ്കിൽ അവളൊരിക്കലും ഇപ്പോൾ തന്നെ മറ്റൊരു വിവാഹത്തിനൊന്നും റെഡിയാവില്ല. അതുമല്ല, അപ്പം മനസ്സിലാക്കാം നിനക്ക്. ഈ നോക്കിക്കൊണ്ടി അപ്പോൾ മനസ്സിലാക്കാം നമ്മോട് എത്രമാത്രം സുഖമില്ലാത്ത സമയത്ത് ഇട്ടു പോകുന്ന ആളാണോ. അതാണോ സ്നേഹം? ഒരിക്കലും അല്ല. നമ്മുടെ പ്രിയപ്പെട്ട ആൾ, നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ച ആളിനെ എന്തെങ്കിലുമൊക്കെ വിഷമം പ്രയാസങ്ങളൊക്കെ പറ്റുമെന്ന് പറയുമ്പോൾ ആ ഒരു ഹൃദയവും അത് കണ്ട് സഹിക്കാൻ കഴിയൂല അതിനൊരിക്കലും. അവളുടെ സ്നേഹം യാഥാർത്ഥ്യമാണെങ്കിൽ എൻ്റെ കുട്ടിയെ വിട്ടൊന്നും ഓൾ പോവില്ല. ഈ ഒരവസ്ഥയിൽ ഒരിക്കലും എൻ്റെ കൂടെ ആരും ജീവിക്കൂല ഉമ്മ. എത്ര സ്നേഹിച്ചവരാണെങ്കിലും ഞാൻ ഈ കിടന്ന കിടപ്പിൽ നിന്ന്. മോനെ, നീ മിണ്ടാതിരിക്ക്. അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കണ്ട. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാം ക്ലിയർ ആവുന്നുള്ളത്. നോക്കട്ടെ ഉമ്മ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടോയെന്ന്. എൻ്റെ മോൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിക്കല്ലേ. ഫസ്റ്റ് മോൻ്റെ ബോഡി ഒന്ന് റെഡിയായി വരട്ടെ. എല്ലാത്തിനും വഴിയുണ്ടല്ലോ മോനെ. മോനിങ്ങനെ വിഷമിക്കല്ലേ. അയ്യേ, ആൺകുട്ടികളിങ്ങനെ സങ്കടപ്പെടുകയെ എനിക്ക് കാണാൻ വയ്യട്ടോ. ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. അവൻ്റെ ഒരുപാട് പ്രതീക്ഷകളാണ് തകർത്തെറിഞ്ഞത്. പക്ഷേ അതാരാണെന്നോ എന്താണെന്നോ ഏതാണെന്നോ ഉമ്മാക്കറിയില്ല. മോനൊരു ആക്സിഡൻറ്റിൽ പെട്ടു എന്ന് മാത്രമേ ഉമ്മാക്കറിയുകയുള്ളൂ. ഇതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത്, എന്താണ് ഏതൊക്കെയാണെന്ന് ആർക്കും അറിയില്ല. എങ്കിലും തൻ്റെ പ്രിയപ്പെട്ട മോൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ആയുഷുമ്മ. എങ്കിലും തൻ്റെ മോൻ്റെ ദുഃഖം മാറ്റുവാൻ വേണ്ടി ആയുഷുമ്മ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. പടച്ച റബ്ബേ, എൻ്റെ കുട്ടിക്ക് ആരുമില്ല, എൻ്റെ കുട്ടീനെ സ്നേഹിക്കാനും ആരുമില്ല. എന്തൊക്കെ തന്നെയായാലും ഷമ്മാസിൻ്റെ ഉമ്മ ആ ഒരു പരീക്ഷണം നടത്തുന്നു. തൻ്റെ പൊന്നു മോൻ അത്രയും സ്നേഹിച്ചിരുന്ന ആ പെണ്ണിനെ അവനോട് സ്നേഹമുണ്ടോയെന്ന് അറിയണമെങ്കിൽ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം. എൻ്റെ കുട്ടി ആ പെണ്ണിനെ നല്ലോണം സ്നേഹിക്കുന്നുണ്ട് എന്നോ എൻ്റെ കുട്ടീൻ്റെ മനസ്സിൽ കടന്നു കൂടിക്കണത്. പക്ഷേ എങ്ങോട്ട് സ്നേഹമുണ്ടോ അറിയണമല്ലോ. എന്തായാലും പറ്റിയൊരു ചാൻസ് തന്നെയാണ് ഇത്. ആരും അറിയാതെ ഒന്ന് വിളിച്ചു നോക്കണം. എന്താ പറയാൻ നോക്കാലോ. അവരെ വീട്ടുകാരുടെയൊക്കെ സ്വഭാവം കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിന് പരീക്ഷിക്കാൻ പറ്റിയൊരു ടൈമാണിത്. അല്ലെങ്കിൽ എൻ്റെ കുട്ടി ആകെപ്പെടും. ഈ ഒരു അവസ്ഥയിൽ അവനോട് സ്നേഹമുണ്ടോ നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇനി എൻ്റെ കുട്ടീൻ്റെ അസുഖമൊക്കെ മാറിയിട്ട് അത് തന്നെ റെഡിയാക്കി കൊടുക്കുക. അതല്ലെങ്കിൽ അവൻ്റെ മനസ്സ് മാറ്റിയെടുക്കണം. മോനെ, എന്നോട് സ്നേഹമില്ലാത്ത പെണ്ണിനെ എന്തിനെ കെട്ടണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എങ്ങനെയൊക്കെയോ ഒരുപാട് ശ്രമിച്ച് അതാ നുസൈബയുടെ വീട്ടിലെ നമ്പർ ഉമ്മ ഒപ്പിച്ചെടുക്കുന്നു. എന്തൊക്കെ തന്നെയായാലും ഒന്ന് വിളിച്ചു നോക്കണം.
അത് നുസൈബയുടെ ഉമ്മയുടെ നമ്പറായിരുന്നു. ഷമ്മാസ് അറിയാതെ ഒന്ന് വിളിച്ചു നോക്കുക. അവരുടെ കാര്യങ്ങൾ, അവരുടെ മനസ്സെന്താണെന്ന് അറിയാലോ. എൻ്റെ മോനോട് അവർക്ക് സ്നേഹമുണ്ടോ, അതോ ഒരു അപകടം പറ്റിയപ്പോഴേക്കും ആ സ്നേഹമൊക്കെ ഇല്ലാതായോ, സ്നേഹം യാഥാർത്ഥ്യമാണോ എന്നറിയണമല്ലോ. അങ്ങനെ അതാ പള്ളിയിലെ ഉസ്താദിൻ്റെ നമ്പർ ഉമ്മയുടെ ഫോണിലുണ്ടായിരുന്നു. ആ ഫോണിലേക്ക് ഉമ്മയൊന്ന് വിളിക്കുന്നു. ഹലോ ഉസ്താദേ, ഷമ്മാസിൻ്റെ ഉമ്മയാണ്. ആ ഉമ്മ പറയൂ, എങ്ങനെയുണ്ട് ഇപ്പോൾ എനിക്ക്? ഞാൻ ഇന്നലെ വന്നപ്പോൾ അതുപോലെ തന്നെയായിരുന്നു. പഠിച്ചവനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതെ, നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യേ. എന്തൊക്കെ തന്നെയായാലും പഠിച്ച റബ്ബല്ലേ വലിയവന്. അതെ, എനിക്ക് തോന്നുന്നു ഉസ്താദേ, എൻ്റെ കുട്ടിക്ക് ഒരു പക്ഷേ ഓൻ ഇഷ്ടപ്പെട്ട, ഓൻ സ്നേഹിക്കണ പെണ്ണിൻ്റെ ആ ഒരു സംസാരം കേട്ടിരുന്നെങ്കിൽ, അവളുടെ ഒരു സാന്നിധ്യം അറിഞ്ഞിരുന്നെങ്കിൽ ഓനക്ക് കുറേയൊക്കെ റെഡി ആവുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നമുക്കറിയണമല്ലോ അവരുടെ സ്ഥിതിഗതികളും കാര്യങ്ങളൊക്കെ. മോന് അപകടം പറ്റിയതിൻ്റെ ശേഷം ഇനിയിപ്പോൾ ഒഴിവാക്കാൻ ശ്രമിച്ചാലോ, അത് വേണ്ടെന്നൊക്കെ പറഞ്ഞ് പെണ്ണിൻ്റെ സ്വഭാവം എങ്ങനെ അറിയാലോ നമുക്ക്. ഒന്ന് സ്നേഹമുള്ളവരാണെങ്കിൽ ഒരിക്കലും ഒഴിവായി പോകില്ല, അല്ലാത്തവരാണെങ്കിൽ ഹേയ് അതിന് കൂട്ട് നിൽക്കില്ല. ഇനി വേണ്ട, എന്തിനാണ് നടക്കാനും നീക്കാനും കഴിയാത്ത അയാൾ എനിക്കെന്ന് പറഞ്ഞിട്ട് പോകും. പക്ഷെ മനസ്സിനുള്ളിൽ, ഹൃദയത്തിനുള്ളിൽ ആ പെണ്ണിന് ഇങ്ങോട്ട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും അവൾ ഒന്നും പറയൂല, അല്ലെങ്കിൽ അതൊഴിവാക്കാൻ പറയും. ഉസ്താദെ, നിങ്ങളൊന്ന് വിളിച്ചു നോക്കുമോ? അവരുടെ വീട്ടുകാർക്ക് നമ്പറൊക്കെ ഉള്ളതല്ലേ? ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ ഞാൻ വിളിക്കാട്ടോ. ഉസ്താദ് വിചാരിച്ചു, ശരിക്കും അതെ, സ്നേഹമുള്ള പെണ്ണാണെങ്കിൽ അവർക്ക് പിരിയാൻ പ്രയാസമായിരിക്കും. അതല്ല, സ്നേഹം പുറത്ത് മാത്രമാണെങ്കിൽ ഒരിക്കലും തന്നെ കല്യാണം കഴിക്കുവാൻ വന്ന തന്നെ പ്രിയപ്പെട്ട ആൾക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഒരു വേദന ഉണ്ടാവില്ല. മനസ്സിനുള്ളിൽ നല്ല രീതിയിൽ, ആത്മാർത്ഥമായ രീതിയിൽ സ്നേഹം ഉണ്ടെങ്കിൽ എന്തായിരിക്കും പ്രതികരണം എന്ന് അറിയാലോ. ഇനിയിപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഷമ്മാസിൻ്റെ സ്ഥിതിഗതികളൊക്കെ ഒന്ന് മെച്ചപ്പെട്ടാലോ. ഉസ്താദ് അതാ എളാപ്പാക്ക് വിളിക്കുന്നു. ഹലോ, മനസ്സിലായോ? ഇത് പള്ളിയിൽ നിന്ന് ഉസ്താദാണ്. ആ പറയ്. അല്ല, എന്താ നിങ്ങളെ ആളെ വിവരമൊക്കെ കിട്ടിയല്ലേ? അറിഞ്ഞു ഇങ്ങനെ എന്താ ആക്സിഡൻറ്റോ എന്താ സംഭവിച്ചതാണെന്നൊക്കെ. എന്തായാലും കേട്ടതിൽ വലിയ വിഷമമായിട്ടാണ്. കാരണം ആദ്യം തന്നെ നിങ്ങളോട് ക്ഷമ ചോദിക്കാൻ കേട്ടോ ഞങ്ങൾ. കാരണം കരുതി കൂട്ടിക്കൊണ്ട് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഞങ്ങളാകെ നാടും വീടൊക്കെ കരഞ്ഞൊരു സമയമായിരുന്നു. അവനെ കാണാനില്ല എന്നുള്ളൊരു വാർത്ത കേട്ടപ്പോഴേ. കാരണം അത്രക്കും എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന പ്രവർത്തിക്കുന്ന ഒരാളാവുമ്പോൾ പെട്ടെന്നൊരു വിയോഗം ആർക്കും താങ്ങാൻ കഴിയുന്നതിലപ്പുറമായിരുന്നു. എന്തൊക്കെയായാലും അള്ളാഹുവിൻ്റെ നിയമത്ത് കൊണ്ട് അവനെ കണ്ടു കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവൻ്റെ ആരോഗ്യനിലയൊക്കെ കുറച്ചൊക്കെ മോശമാണ്, എന്നാലും കുറേയൊക്കെ മെച്ചപ്പെട്ട് വന്നിട്ടുണ്ട് അൽഹംദുലില്ലാ. ഇനി കുറച്ചുകൂടെ മെമ്മറിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആവാനുണ്ട്, സംസാരമൊക്കെ ഒന്ന് റെഡി ആയിട്ട് കിട്ടാനുണ്ട്. തലക്ക് ക്ഷതയേറ്റാണെന്നൊക്കെയാണ് പറഞ്ഞത്, എന്താ ഞരമ്പിനോ അങ്ങനെയൊക്കെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൂടുതലായിട്ട് ഇനി മെഡിസിനും കാര്യങ്ങളും വല്ലാതെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മളിങ്ങനെ തെറാപ്പിയിലൂടെ, അതായത് നമ്മൾ കഴിയുന്നത് ആ ഒരു പേഷ്യൻറ്റിനോട് സംസാരിച്ച് ലെവലാക്കി അവൻ്റെ ഓർമ്മശക്തിയൊക്കെ പഴയ രീതിയിലാക്കി എടുക്കാൻ അങ്ങനെയാണ് പ്രാക്ടിക്കലിലൂടെ കഴിയുള്ളൂ. അങ്ങനെയൊക്കെയാണ് പറഞ്ഞതേ. അതിനു വേണ്ടി അവൻ്റെ ഉമ്മയൊക്കെ നല്ല രീതിയിൽ ശ്രമിക്കണമൊക്കെ ഉണ്ട്, എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഓൻ്റെ ഉമ്മ പറഞ്ഞേ, ഇനിയിപ്പോൾ അവന് ഇഷ്ടപ്പെട്ടൊരു പെണ്ണാണല്ലോ കാണാൻ വരാൻ വേണ്ടി നിന്നത്, പെണ്ണിനെയാണല്ലോ. അത്രക്കും വീട്ടിലൊക്കെ പറഞ്ഞ് സെറ്റാക്കി അങ്ങനെ അവൻ്റെ മനസ്സിൽ തോന്നിയൊരു ഇഷ്ടം അങ്ങനെ പറഞ്ഞതാണല്ലോ. ഇനിയിപ്പോൾ അവൾക്ക് ഇവനോട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവരുടെ മനസ്സിനുള്ള അധികം ഒരുപാട് സ്നേഹം ഉണ്ടാവും. നമ്മൾക്കൊന്നും പറയാൻ കഴിയാത്ത, അറിയാൻ കഴിയാത്ത സ്നേഹമായിരിക്കും. മനസ്സിൻ്റെ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന സ്നേഹമായിരിക്കും. ഒരു പക്ഷേ അവളുടെ ഒരു സാന്നിധ്യം, അല്ലെങ്കിൽ ഒരു പക്ഷേ അവളുടെ ഒരു വിളി, അല്ലെങ്കിൽ അവളുടെ ഒരു കാഴ്ച, ആ ഒരു കാണുന്നതിലൂടെ ഒരു പക്ഷേ അവൻ്റെ ബോധമൊക്കെ റെഡിയായി വരികയാണെങ്കിലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ഉമ്മയും ഉപ്പയുടെയും കൂടെ ആ കുട്ടി ഒന്ന് വന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും റെഡിയായെങ്കിലോ. അതാണിപ്പോൾ ഞാൻ അങ്ങനെ വിളിക്കാൻ കാരണം. എളാപ്പാക്ക് എന്ത് പറയണം ഒന്നും അറിയുന്നില്ല. അതെ, എനിക്കൊന്നും പറയാൻ പറ്റൂല. കാരണം ഞാനോളെ എളാപ്പയാണ്, ശരിയാണ്, ഉപ്പാൻ്റെ അനിയനൊക്കെ തന്നെയാണ്. പക്ഷേ കുട്ടികളെ മനസ്സെന്താന്ന് നമുക്ക് പറയാൻ പറ്റൂലല്ലോ.
ഇനിയിപ്പോൾ അവനെ കൂടുതൽ സ്നേഹിച്ചിനോ അതോ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ പറ്റിയപ്പോൾ എന്തെങ്കിലും സ്നേഹത്തിൽ കുറവ് വന്നിട്ടുണ്ടോ അതൊന്നും പറയാൻ എനിക്ക് പറ്റൂല. കാരണം അവരുടെ മനസ്സ് തന്നെ അറിയണം. അപ്പോൾ ഞാൻ എന്തായാലും അവിടെ വീട്ടിലെത്തിയിട്ട് നിങ്ങളെ നമ്പർക്കൊന്ന് വിളിക്കാം. നിങ്ങൾ നേരിട്ടൊന്ന് സംസാരിച്ച് നോക്കി. അവളോടോ അല്ലെങ്കിൽ അവളുടെ ഉമ്മാനോടോ ഉപ്പാനോടോ ആരോടെങ്കിലും ഞാൻ അങ്ങനെ ഫോൺ തരാം, ഒരു അത്യാവശ്യ കാര്യത്തിനല്ല, ഒരാളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു കാര്യമല്ലേ. അങ്ങനെ ഒരു പക്ഷേ ഒരു കുട്ടിനെ കൊണ്ട് അങ്ങനെ അവളുടെ ഒരു വാക്ക് കൊണ്ട് ഒരു പക്ഷേ അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാലും നല്ല ഹയറന്നല്ലേ. ആയിക്കോട്ടെ, ഞാൻ എന്നാൽ ഇൻഷാ അല്ലാ വിളിക്കാം കേട്ടോ. എന്നാൽ ശരി, അസ്സലാമു അലൈക്കും. അങ്ങനെ ഏതാ എളാപ്പ നേരെ നുസൈബയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ വാതിലൊക്കെ അടച്ചിട്ടിട്ടുണ്ട്. കോളിംഗ് ബെൽ അമർത്തി. ആരാ? എളാപ്പയാണ് തോന്നുന്നു. ആ റഹിമേ, കയറിയിരിക്കേ. ഇക്കാക്ക എവിടെ? ഇക്കാക്ക പുറത്തേക്കാണ് പോയിക്കണ്. എന്താപ്പോൾ ഒരു സമാധാനമില്ലല്ലോ. നമ്മൾ നല്ല രീതിയിൽ ഒക്കെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയൊക്കെ നിൽക്കുമ്പോഴത്തേന് ഓരോ അതാപുകൾ അങ്ങനെ വരും. എന്തപ്പോൾ ചെയ്യുക, പഠിച്ചവൻ്റെ ഒരു വിധി. ആ ഒന്ന് സാരല്ലേ താത്ത, അതൊക്കെ ഒരു വിധിയല്ലേ. നമ്മളിപ്പോൾ കൽപ്പിച്ചു കൂട്ടി, അവർ കൽപ്പിച്ചു കൂട്ടി കാട്ടിയതുമല്ല, നമ്മൾ അതിന് ഒഴിഞ്ഞതും അല്ലല്ലോ. എന്തപ്പോൾ ചെയ്യാം, പഠിച്ചവൻ്റെ വിധി എങ്ങനെയായിരിക്കും. പിന്നെ ഇത്താത്ത ഞാൻ വന്ന എന്താണെന്ന് വെച്ചാലേ അവിടുന്ന് വിളിച്ചിരുന്നു. ഈ എവിടുന്ന്? അല്ലേ, അത് ഈ കല്യാണമൊക്കെ റെഡിയാക്കണ ഒരു ഉസ്താദുണ്ട് അവർക്ക്, പള്ളിയിൽ ഉസ്താദാണ്. അത് വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവൻ്റെ സ്ഥിതി കുറച്ച് മോശം എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഒരു തലക്ക് ക്ഷതേറ്റിട്ട് എന്തൊക്കെയോ ഒരു ഓർമ്മയ്ക്ക് എന്തോ പ്രശ്നങ്ങളും കാര്യങ്ങളും അതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറ്റുകയാണെങ്കിൽ, അങ്ങനെയല്ല അത് അങ്ങനെ ഡോക്ടർ പറഞ്ഞത് ഒക്കെ റെഡിയാക്കി എടുക്കാം എന്നൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം, നമ്മൾ സംസാരിപ്പിക്കണം, അങ്ങനത്തെ ഒരു ഇതൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഉറപ്പൊന്നുമില്ല, എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട, മനസ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുടെ ഒരു സാന്നിധ്യം, അല്ലെങ്കിൽ അവരുടെ ഒരു വാക്ക്, അല്ലെങ്കിൽ ഒരു വിളി, അല്ലെങ്കിൽ അവരുടെ ഒരു ഒറ്റ കാഴ്ച, അതിലൂടെയൊക്കെ എത്രയോ ജീവിതങ്ങൾ മാറി മറിഞ്ഞ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ നമുക്ക് കേൾക്കാമല്ലോ. അതെ, അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ ഒരു വ്യക്തി, ഇഷ്ടപ്പെട്ട ആളുടെ ഒരു സാന്നിധ്യം നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞത് ഞങ്ങൾ ഒന്നും ആവശ്യപ്പെടണമെന്നില്ല, കാരണം നമ്മൾ നിക്കാഹ് കഴിഞ്ഞിട്ടില്ല, ഒരിക്കലും ഹലാലായിട്ടുമില്ല. എങ്കിലും നമ്മൾ വിവാഹം ഉറപ്പിച്ച് ഏകദേശം മനസ്സിന് ഇഷ്ടപ്പെട്ട ആളുകളാണല്ലോ. അപ്പോൾ ആ കുട്ടിയോട് അവരുടെ ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ ഒന്ന് വന്നിട്ട് ആ ഒരു സാന്നിധ്യം അറിയിക്കാൻ, അല്ലെങ്കിൽ അവൾ തന്നെ വിട്ട് പോയിട്ടില്ല, തൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു സാന്നിധ്യം അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ച് വിളിച്ചിരുന്നു. എന്താണ് താത്ത ഞാൻ പറയേണ്ടത് ഇതിന്? എനിക്കാണെങ്കിൽ നല്ല സങ്കടമുണ്ട് ഈ കാര്യത്തിൽ. കാരണം അവരധികം ഇഷ്ടപ്പെട്ടു, നമ്മളും ഇഷ്ടപ്പെട്ടു. പിന്നീട് എന്താ പറയുക, പെണ്ണ് കാണാൻ വരുന്ന തലേ ദിവസം അവന് പോയ സ്ഥലത്ത് നിന്ന് തിരിച്ചെത്തിയില്ല. വീട്ടുകാരാകെ ബേജാറായി, വിഷമത്തിലായി, പ്രയാസത്തിലായി. ആ ഒരവസ്ഥ നമുക്കും, നമ്മളെ കുട്ടിയൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കും ഉണ്ടാവില്ലേ. അപ്പോൾ ആ ഒരവസ്ഥ നിനക്ക് എന്തായാലും പഠിച്ചവൻ അനുഗ്രഹം കൊണ്ട് ഓനെ ജീവനോട് തിരിച്ചു കിട്ടി. കുറച്ചൊക്കെ പരിക്കുകൾ ഉണ്ടെങ്കിലും ആ ഒരു രീതിയിലൊക്കെ തിരിച്ചു കിട്ടിയ സ്ഥിതിക്ക് എന്തപ്പോൾ ഞാൻ പറയാൻ, എനിക്ക് അറിയുന്നില്ല. അപ്പോൾ അവരൊരു ജീവന് വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു അവൻ്റെ പഴയ സ്വഭാവത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ ഉമ്മ കേഴുകയാണ്. അങ്ങനെ അത്രക്കും. അപ്പോൾ ഒരു പക്ഷേ നമ്മളുടെ സാന്നിധ്യം കൊണ്ട് അവർക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായാലെന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കും, അത്രക്കും ഗതി കെട്ടിട്ടായിരിക്കും പറയണത്. അല്ലെങ്കിൽ പറയൂലല്ലോ ആരും ഈ ഒരു കാര്യമൊന്നും. പ്രത്യേകിച്ച് അങ്ങനെ ദീനീ ചിട്ടയിലൊക്കെ നടക്കുന്ന ആളാണ് എന്നൊക്കെയല്ലേ പറയണ കേട്ടത്. അപ്പോൾ അതുകൊണ്ട് റഹീമേ, എന്തീ പറയണത്? നമ്മൾ അങ്ങോട്ട് പോകണമെന്നോ? മോനെ, അതിന് നിക്കാഹൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. പിന്നെ അതുമല്ല, അതിപ്പോൾ അങ്ങനെ കാണാൻ പോകുന്നത് ശരിയാണോ? അവരും വിചാരിക്കൂല എന്തെങ്കിലുമൊക്കെ. എത്താത്ത അതല്ല, അവർ തന്നെ അതിൻ്റെ ഒരു സാന്നിധ്യം അറിയിച്ചതാണ്. അങ്ങനെ ഈ ഒരു കാരണം അവർ തന്നെ പറഞ്ഞത്. ഇങ്ങനെ ഒരു പക്ഷേ വന്നിരുന്നെങ്കിൽ അവൻ്റെ മനസ്സിനുള്ളിൽ ഇഷ്ടപ്പെട്ട പെണ്ണല്ലേ. അപ്പോൾ ഒരു പക്ഷേ അവളുടെ ഒരു വിളി കൊണ്ടെങ്ങാനും അവൻ്റെ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചിട്ടാണ്. എനിക്കിപ്പോൾ ആ കാര്യത്തിലൊരു വിഷമമുണ്ട്. റഹീമേ, കാര്യമൊക്കെ ശരി തന്നെയാണ്. അവർ സ്നേഹവും പ്രേമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ അതിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എൻ്റെ മോളെ ഓനക്ക് കെട്ടിച്ചു കൊടുക്കുക പറഞ്ഞാൽ അത് നടക്കുമോ? അതുമല്ല, ഓനാണെങ്കിൽ എണീക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ
ഈ ഒരു അവസ്ഥയിൽ നമ്മളെ മോളെ കെട്ടിച്ച് കൊടുത്താൽ പിന്നെ അവൾക്ക് ജീവിതം ഉണ്ടാവുമോ? അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇത്താത്ത മോളെന്താ പറഞ്ഞത് നുസൈബ? അവളിപ്പോൾ നിസ്കരിക്കാണ്ട് കയറിയിക്കണ്. ഞാൻ പറഞ്ഞുതരാം. പൊന്നാരൻ്റെ റഹീമേ, അവളെ മനസ്സിന്ന് ഓൻ പോയിട്ടില്ല. പല വട്ടനോട് പറയും, ഉമ്മ ഒന്ന് കാണാൻ പോവുക, നമുക്ക് ആ ഒരു അവസ്ഥയിലായിട്ട് പോലും ഉമ്മ ഒന്ന് കാണാൻ പോവുക. പലവട്ടം കരഞ്ഞു പറഞ്ഞു. മോനെ, ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, മോളെ നിക്കാഹൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. കഴിഞ്ഞേക്കാണെങ്കിൽ നമ്മളെ സ്വന്തമായി. ഇപ്പോൾ ഒന്നും കഴിഞ്ഞിട്ടില്ല. അവർ കാണാൻ വരെ മിഠായി എടുക്കാനൊക്കെ വരുന്ന തലേ ദിവസമാണ് സംഭവങ്ങളൊക്കെ നടന്നത്. ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം മോളെ അങ്ങനെ നമുക്ക് പാടില്ല. അവൻ അസുഖമൊക്കെ മാറി തിരിച്ചു വരട്ടെ. അങ്ങനെ ഓളെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വെച്ചേക്കാണ്. അല്ലാതെ കുട്ടി ഊണും ഉറക്കമില്ലാതെ ഇങ്ങനെ നിൽക്കല്ലേ. എക്സാമാണ് അടുത്ത ആഴ്ച. എന്താ ചെയ്യുക എനിക്കറിയില്ല. ഇത്രയും പൈസ ഒക്കെ കൊടുത്ത് ഓളെ അമ്മായിമ്മയാണ് പൈസ കൊടുത്ത് പഠിപ്പിച്ചുണ്ടാക്കിയത്. അപ്പോൾ ഓൽക്കുണ്ടാവില്ല ഒരു പൂതി ഇവളൊന്ന് ജയിച്ച് കാണാൻ. എന്താ ചെയ്യുക ഞാൻ എനിക്കറിയില്ല. എപ്പോൾ ആണെങ്കിൽ ടെൻഷനും അവൾക്ക് ആകെ ഇടങ്ങാറും ബേജാറും സങ്കടമായിട്ട് ഓൾ ശരിക്ക് ആ ഒരു സന്തോഷം തന്നെയാണ് പോയിക്കുക. അതിൻ്റെ മുഖത്തത്തെ വെളിച്ചം തന്നെയാണ് കെട്ടക്കുക. എന്താ ചെയ്യുക ഇത്താത്ത? ഓരോരുത്തരുടെ മനസ്സിൽ അങ്ങനെ ഒരു സ്നേഹം ഉണ്ടെങ്കിലേ അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ മനസ്സിനും ക്ഷതയേറ്റിയ പോലെ ആയില്ലേ. നിങ്ങൾ ഓളോടും ചോദിച്ചു നോക്കി. മോനെ, ഞാൻ ഇനി ചോദിക്കണില്ല, നീ ഇജ്ജ് എന്തെങ്കിലും ചോദിച്ചോ. മോളെ നുസിയേ. നുസൈബ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടുകയാണ്. ഉമ്മ നോക്കിയപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. അവൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. ഉമ്മ അതാ സിറ്റൗട്ടിലേക്ക് തന്നെ തിരിച്ചു പോരുന്നു. റഹീമേ, നിസ്കാരം കഴിഞ്ഞിക്കണ്, ഓനെ വിളിക്കട്ടോ. നുസൈബ നിസ്കാരം കഴിഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. പടച്ച റബ്ബേ, എൻ്റെ ഷമ്മാസിനെ നീ പഴയ രീതിയിൽ എത്തിക്കണേ റഹ്മാനെ. അദ്ദേഹത്തിന് ഒരു കുഴപ്പം ഉണ്ടാവരുത് റഹ്മാനെ. എനിക്ക് ജീവിക്കുകയാണെങ്കിൽ അവൻ്റെ കൂടെ മാത്രം ജീവിച്ചാൽ മതി. ഇനി മറ്റൊരുത്തിനെയും എൻ്റെ മനസ്സിലേക്ക് കടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അല്ലാ. അവൾ കരഞ്ഞ് കരഞ്ഞ് ദുആ ചെയ്തു. മോളെ നുസൈബ, മതി, നോക്ക് എളാപ്പ വന്നിക്കണ്, വന്ന് നോക്ക്. ഉമ്മ, എന്തുമ്മ? ഇനി ഒന്നും എന്നോട് പറയണ്ട, എനിക്ക് വയ്യഞ്ഞ്. മോളേജ് എന്തേ പറയണത്? ഉമ്മ, ഇനി ഒറ്റൊരു കല്യാണകാര്യത്തെക്കുറിച്ചൊന്നും എന്നോട് ഞാൻ പറയണ്ട. ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കണില്ല അതിന്. മോളെ, അതൊന്നല്ല, ഒന്ന് വന്ന് നോക്ക്. നിറഞ്ഞ മിഴികളോടെ നുസൈബ അതാ എളാപ്പയുടെ കൺമുമ്പിൽ വന്ന് നിൽക്കുന്നു. എളാപ്പ. അവളുടെ കണ്ണുകളതാ നിറഞ്ഞൊഴുകുന്നത് കണ്ട് റഹീമിന് ശരിക്കും സങ്കടം തോന്നി. ഹേയ്, എന്തിനാ ആപ്പാൻ്റെ കുട്ടി ഇങ്ങനെ കരയണേ? വരി എന്ന് പറഞ്ഞിട്ടതാ നുസൈബയെ എളാപ്പ നെഞ്ചോട് ചേർക്കുന്നു. അവളുടെ നിറഞ്ഞ മിഴികൾ അവൻ തുടച്ചു കൊടുക്കുന്നു. എൻ്റെ കുട്ടി സങ്കടപ്പെടാൻ പാടില്ല. എന്തിനാ സങ്കടപ്പെടണേ? എന്നും സങ്കടപ്പെട്ട് ജീവിച്ചു നിന്നാൽ മതിയോ? നല്ല രീതിയിൽ പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് എളാപ്പാക്കന്നൊന്ന് കാണാൻ പോതിയുണ്ട്. കൈക്കുഞ്ഞായപ്പോൾ എടുത്ത് വളർത്തിയതാണ് ഞാനും. ഇപ്പോഴല്ലേ നീ വലിയ കുട്ടിയായത്? എന്തിനാ സങ്കടപ്പെടുന്ന കുട്ടി? എളാപ്പയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. മോളെ നുസൈബ, ഇജ് എൻ്റെ കുട്ടീനെ പോലെ തന്നെയല്ലേ. എനിക്കിപ്പോൾ എന്താ ഇജ് വ്യത്യാസം? പറഞ്ഞോളി, എന്ത് വേണമെങ്കിലും പറഞ്ഞോളി. എന്താ സങ്കടപ്പെടുന്നത്? സങ്കടത്തിൻ്റെ കാര്യം എന്നോട് തുറന്ന് പറഞ്ഞോളി. ആപ്പാനെ കൊണ്ട് കഴിയണത് ആപ്പ ചെയ്തു തരും. പിന്നെ ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പാക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ആപ്പാൻ്റെ കുട്ടി പറയും, എന്താണ് എൻ്റെ മനസ്സിലുള്ള സങ്കടം? എനിക്ക് എന്താണ് ആപ്പ ചെയ്തു തരേണ്ടത്? അത് എന്നോട് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ. ഒരാളോടും പറയാൻ മടിച്ചിട്ട് എൻ്റെ കുട്ടി നിൽക്കണ്ട. എനിക്ക് അടുത്ത ആഴ്ചയല്ലേ മോളെ എക്സാം? ഒന്നും പറ്റരുത്. ഇതുവരെ എൻ്റെ ആദ്യത്തെ ഭർത്താവിൻ്റെ വീട്ടുകാർ ആ ഉമ്മ പഠിപ്പിച്ചതല്ല എന്നെ. അപ്പോൾ അതുകൊണ്ട് നല്ല റിസൾട്ട് തന്നെ അവർക്ക് വാങ്ങിക്കൊടുക്കണ്ടേ? അവർക്ക് അന്നയിൽ നല്ലൊരു പ്രതീക്ഷ ഉണ്ട്. ഓൻ അങ്ങനെ ആയത് കാര്യമാക്കണ്ട. എന്തെൻ്റെ കുട്ടിക്ക് ഇപ്പോൾ ഉള്ള വിഷമം അത് പറയും. അത് ആപ്പ തീർത്ത് തരാം. എക്സാമിന് ഒരിക്കലും മാർക്ക് കുറയരുത് കേട്ടോ. നല്ല രീതിയിൽ ആത്മവിശ്വാസത്തോടു കൂടി ഒക്കെ ചെയ്യണം. എളാപ്പ അതാ അവളെ ആശ്വസിപ്പിക്കുന്നു. ആപ്പ. അവൾ ദയനീയമായി അതാ എളാപ്പയുടെ മുഖത്തേക്ക് നോക്കുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആ ഒരു കവിളെല്ലാം വല്ലാതെ അങ്ങ് ചുവന്നിട്ടുണ്ട്. ആ കണ്ണുനീർ ആപ്പ അതാ തുടച്ചു കൊടുക്കുന്നു. എന്തേ പറയാനുള്ളതൊക്കെ എന്നോട് എനിക്ക് പറയാം. എന്തുണ്ടെങ്കിലും പറയാം. എന്നെക്കൊണ്ട് കഴിയണതാണെങ്കിൽ ഞാനതെനിക്ക് സാധിപ്പിച്ചു തരും. ആപ്പാ, എനിക്ക് എനിക്ക്
അവനെ തന്നെ മതി ആപ്പ. എനിക്ക് അവനെ മാത്രം ജീവിതത്തേക്ക് എടുക്കാൻ കഴിയുള്ളൂ. മറ്റൊരാളെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. മോളെ, ആപ്പ അവളെ നെഞ്ചോട് ചേർത്തു. മോള് അവൻ്റെ സ്ഥിതിഗതികളൊക്കെ അറിഞ്ഞതല്ലേ. എണീക്കാൻ കഴിയാതെ, സംസാരിക്കാൻ കഴിയാതെ, ഓർമ്മശക്തി ഇല്ലാത്തൊരവസ്ഥയിൽ അവൻ കിടപ്പിലാണ്. അപ്പോൾ എൻ്റെ മോൾക്ക് അവൻ്റെ കൂടെ അങ്ങനെ ജീവിക്കാൻ കഴിയുമോ? ആപ്പ, എന്തായാലും വേണ്ടില്ല, എനിക്ക് അവനെ മാത്രം മതി. മറ്റൊരാളെയും ഈ ഹൃദയത്തിലേക്ക് കയറ്റാൻ എനിക്ക് കഴിയില്ല. എനിക്ക് നല്ലൊരു ജീവിതം വാഗ്ദാനം ചെയ്തവനാണ് അവന്. പക്ഷേ പെട്ടെന്നല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് എൻ്റെ ആപ്പ, എന്തായാലും വേണ്ടില്ല. എനിക്ക് ജീവിക്കുകയാണെങ്കിൽ, എന്നെ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് കല്യാണം കഴിപ്പിച്ച് അയക്കുകയാണെങ്കിൽ അവൻ്റെ കൂടെ മാത്രം ഞാൻ ജീവിക്കുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹമില്ല വേറൊരു ജീവിതത്തിന്. അങ്ങനെയാണെങ്കിൽ എന്നെ നിങ്ങൾ കെട്ടിച്ചാൽ മതി. അതാണ് അപ്പ എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഹൃദയത്തിൽ വല്ലാതെ ആഗ്രഹിച്ചൊരു ആളാണ് അവന്. മോളെ, നീ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ ഈ പറയുന്നത്? പിന്നെ ബുദ്ധിമുട്ടായി എടുങ്ങാറായെന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പോഴിതാ നുസൈബയുടെ ഉമ്മ പറഞ്ഞ്, മോളെ ശരിക്കും ആലോചിച്ചിട്ടോ, ശരിക്കും ആലോചിച്ച് തീരുമാനമെടുത്തോ. നിൻ്റെ ജീവിതമാണത്. ജീവിതം കുറേയല്ല, ഒന്നേ ഉള്ളൂ. ആ ഒരു ജീവിതത്തിൽ നമ്മൾ നല്ല തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ അത് പിന്നേക്കൊക്കെ വലിയൊരു കേടായി വരും. അപ്പോൾ നീ നല്ല ശ്രദ്ധിച്ച് ആലോചിച്ച് തീരുമാനം എടുത്തോ. അതിൻ്റെ ഇഷ്ടത്തിനൊന്നും ആരും ഇവിടെ എതിര് നിൽക്കണില്ല. പഠിച്ചവനല്ലേ വലുത്. ഓരോന്നും കണക്കാക്കി ഇതൊക്കെ ആയിരിക്കും. എളാപ്പാനോട് ശരിക്കും നല്ല മനസ്സറിഞ്ഞ് ഈ പറഞ്ഞോ. അപ്പോഴേക്കും അതാ ഉപ്പ കയറി വരുന്നു. ആരപ്പത്? റഹീമോ? അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം. എന്തിപ്പോൾ വലിയ ചർച്ച? ഇക്കാക്ക, ഒന്നുമില്ല, നമ്മളെ പെണ്ണിനെ കുറിച്ച് ചർച്ച ചെയ്യേ. ഇങ്ങനെ കരഞ്ഞും ഇടങ്ങാറായി നിൽക്കണുണ്ടപ്പോൾ ഞാൻ ചോദിച്ചാണ്, എന്തെൻ്റെ കുട്ടീൻ്റെ മനസ്സിലുള്ളത്, എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത്. അപ്പോൾ ഓള് പറഞ്ഞത്, എനിക്ക് കല്യാണങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഓനെ തന്നെ മതി, മറ്റൊരു ബന്ധത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കണില്ല, അല്ലെങ്കിൽ പിന്നെ എനിക്ക് കല്യാണം വേണ്ട, അതൊക്കെയാണ് പറയണത്. അത് കേട്ട് ഉപ്പയുടെ കണ്ണുകളും നിറഞ്ഞു. ഉപ്പാക്ക് മനസ്സിലായിരുന്നു നല്ലൊരു ആളൊക്കെ തന്നെയായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, അതായിപ്പോയില്ലേ വിധി എന്ന് കരുതി നമ്മൾക്ക് അതങ്ങോട്ട് ഒഴിവാക്കാനും പറ്റൂലല്ലോ. ഉപ്പ പറഞ്ഞു, റഹീമേ, നമ്മളെ കുട്ടിക്കാണ് ഈ ഒരു സ്ഥിതി വന്നതെങ്കിൽ ഒന്ന് തിരിച്ചാലോചിച്ച് നോക്ക്. അവർ നാളെ പെണ്ണ് കാണാൻ വരുമ്പോൾ നമ്മളെ കുട്ടിക്കാണ് ഈ ഒരു സ്ഥിതി വന്നത്. അങ്ങനെയാണെങ്കിൽ അവർ നമ്മളെ ഉപേക്ഷിച്ച് പോകുമ്പോൾ നമ്മൾക്ക് എത്ര വേദന ഉണ്ടാവും. അതുപോലെ തന്നെ കരുതിയാൽ മതി. അതെ, അങ്ങനെ ഉപേക്ഷിച്ചാൽ എത്രമാത്രം സങ്കടപ്പെടും നമ്മളെ വീട്ടുകാർ, എൻ്റെ കുട്ടി. അതേ അവസ്ഥ തന്നെയല്ലേ തിരിച്ചാലോചിച്ചാൽ. അവരെ ഹൃദയം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇഷ്ടപ്പെട്ടവരല്ലേ. ഇക്കാക്ക, അവിടുന്ന് ഒരു വിളിച്ചിരുന്നു. ഓൻ്റെ കുറേയൊക്കെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഒരു ഓർമ്മശക്തിക്കും അങ്ങനെ ഒരു ഇതിനൊക്കെ ഒരു ചെറിയൊരു തകരാറൊക്കെ ഉണ്ട്. ഒരു പക്ഷേ നല്ലൊരു സാന്നിധ്യം, അവന് ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയുടെ സാന്നിധ്യം, അല്ലെങ്കിൽ ഒരു സംസാരം, അല്ലെങ്കിൽ ഒരു വിളി, അല്ലെങ്കിൽ ഒരു കാഴ്ച, അങ്ങനെ എന്തെങ്കിലും അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അവൻ്റെ ഇതിൽ നല്ല രീതിയിൽ മാറ്റം വരുന്ന ഡോക്ടറിനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ആ പള്ളിയിൽ നിന്ന് ഉസ്താദ്, നമ്മളെ കല്യാണത്തെ കുറിച്ച് അന്വേഷിച്ച ഉസ്താദാണ് വിളിച്ച് പറഞ്ഞത്, നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ ആ കുട്ടിയെ ഒന്ന് പറഞ്ഞയച്ചാൽ, ശരിയാണ്, നിക്കാഹ് കഴിഞ്ഞിട്ടില്ല, ഹലാലൊന്നല്ല, എങ്കിലും ഒരു വിവാഹം ഉറപ്പിച്ചൊരു പെണ്ണല്ലേ, അവർ മനസ്സിൽ ഇഷ്ടപ്പെട്ട കുട്ടിയല്ലേ, അങ്ങനെ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഒന്ന് നിങ്ങൾ ഒരുമിച്ചൊന്ന് വരുമോ എന്നാണ് ഉസ്താദ് ചോദിച്ചത്. എന്താ കാക്ക ഞാൻ മറുപടി പറയേണ്ടത്? അത് നിങ്ങളെ ഇഷ്ടം പോലെ ഞാൻ പറഞ്ഞ് ചോദിച്ചു നോക്കട്ടെ. എനിക്കൊന്നും പറയാൻ പറ്റില്ല. കുട്ടീൻ്റെ മനസ്സെന്താ ഏതാ ഒന്നും അറിയാൻ പറ്റില്ല നമുക്ക്. ഞാൻ ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ഇപ്പം അതാ നമ്മളെ നുസൈബ് മോള് ഓളതാ പറഞ്ഞത് കേട്ടോ. എനിക്ക് ഓൻ്റെ കൂടെ തന്നെ ജീവിച്ചാൽ മതി, ജീവിക്കുകയാണെങ്കിൽ, അല്ലേ ഞാൻ അങ്ങനെ നിന്നോളാം, അതൊക്കെയല്ലേ ഓള് പറയണത്. അപ്പോൾ പിന്നെ അയിമൽ നമ്മളെന്താ കാക്ക ചെയ്യേണ്ടത്? ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ കുട്ടിക്ക് സ്ഥിതി വരികയാണെങ്കിൽ എത്ര വിഷമം ഉണ്ടാവും നമുക്ക് അവരങ്ങനെ ചെയ്യുമ്പോൾ. ആർക്കാ ഏതൊക്കെ എന്തൊക്കെ വരാം ഒന്നും പറയാൻ പറ്റില്ല, ഒക്കെ പഠിച്ചോൻ്റെ അടുത്തല്ലേ. അങ്ങനെ അപകടം പറ്റി പരിക്ക് പറ്റി വിചാരിച്ച് കണ്ടൊന്നും നമ്മൾ അങ്ങനെ ആരും ഒഴിവാക്കാൻ പറ്റില്ല. നമുക്കും ഏത് നിമിഷം വരൂലേ, പഠിച്ചോനല്ലേ വലിയവനെ, അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പഠിച്ചോണ്ടല്ലേ. നമുക്ക് എന്തൊക്കെ ഏതൊക്കെ വരിക ഒന്നും പറയാൻ പറ്റില്ല എന്ന് കരുതി നമുക്ക് നമ്മളെ മക്കളെ വിചാരിച്ചു നോക്കി. മക്കൾക്ക് എന്തേലും പറ്റി നമ്മളവരെ ഉപേക്ഷിക്കോ? ഇല്ല, നമ്മളെ മക്കളെ പോലെ തന്നെയല്ലേ. നമ്മളെ മക്കളെ സ്നേഹിച്ചൊരു
കാണാൻ വരുന്ന ആള് എന്താ എൻ്റെ മോനെ പോലെ തന്നെയല്ലേ ഇനി കരുതേണ്ടി തോനെ. അവനക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ നമ്മളെ മോനക്ക് പറ്റിയ പോലെ തന്നെ അല്ലേ. എന്തായാലും വേണ്ടിയില്ല റഹീമേ, നമുക്ക് നാളെ അങ്ങോട്ട് പോവാന്നാൽ. നുസ്രത്തെ കേട്ടില്ലേ, നമ്മളെ മോളെ സമ്മതം ഓൾക്കും അതാണ് ഇഷ്ടം. ഓൾ ഇങ്ങനെ ദിവസം ഇങ്ങനെ കരഞ്ഞിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും വേണ്ടിയില്ല, നമുക്ക് നാളെ അങ്ങോട്ട് പോവാം. റഹീമേ, ഈ വിവരം കൊടുത്തോ ധൈര്യമായിട്ട്. ഞങ്ങൾ നാളെ അങ്ങോട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞാളാം. ഒറ്റയ്ക്ക് വരുന്നല്ലോ ഓള്, ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും കൂടെ വരികയാണ്. അതിനിപ്പോൾ എന്താ, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഓൻ്റെ ഓർമ്മശക്തിയൊക്കെ റെഡി ആകുകയാണെങ്കിൽ അത് നടക്കട്ടെ. പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് നമുക്കും പ്രതിഫലം കിട്ടണ്ടേ. ഒരാളെങ്കിലും രക്ഷപ്പെട്ട്, നമ്മളെ കാര്യം കൊണ്ട് ഒരാൾ രക്ഷപ്പെട്ട് കിട്ടിയാൽ അതല്ലേ ഏറ്റവും നല്ലത്. ഉപ്പാൻ്റെ കുട്ടി കരണ്ടട്ടാ. ഉപ്പാൻ്റെ കുട്ടിക്ക് ഇഷ്ടമുള്ള ഉപ്പ നടത്തി തരുമല്ലോ. എന്തൊക്കെ തന്നെയല്ല എൻ്റെ ഇഷ്ടം എന്താ അതുപോലെയാണ്. നുസൈബയുടെ ആ കണ്ണുനീര് ഉപ്പ അതാ തുടച്ചു കൊടുക്കുന്നു. ഇനി കരയില്ല എൻ്റെ കുട്ടി ഇനി കരയില്ല. കുറേ കരഞ്ഞതാണ്. കരഞ്ഞ് എൻ്റെ കുട്ടി മടുത്തുക്കണ്. ആദ്യത്തത് അങ്ങനെ ആയി പോയിട്ട് അങ്ങനെ കരഞ്ഞു. ഇപ്പോൾ അതോ അത് സാരില്ല, ഒക്കെ റെഡി ആയിക്കോളും. എൻ്റെ കുട്ടി കരയരുത്. എൻ്റെ കുട്ടീൻ്റെ ചിരിക്കുന്ന മുഖം നിനക്ക് കണ്ടാൽ മതി. നമുക്ക് നാളെ തന്നെ പോകാം ഇൻഷാ അല്ലാ. എൻ്റെ കുട്ടിയുടെ ആഗ്രഹം എന്താ വെച്ചാൽ അതൊക്കെ സാധിക്കട്ടെ. അത് കേട്ടപ്പോൾ നുസൈബയുടെ ആ നിറഞ്ഞു കരഞ്ഞ് കലങ്ങിയ ആ കണ്ണുകൾ വിടർന്നു. അവളുടെ കവിളുകൾ അതാ പ്രകാശിക്കുന്നു. ആ ഒരു കവിളിൽ തട്ടി ആ കണ്ണുനീർ വെട്ടിത്തിളങ്ങുന്നു. അവളുടെ ആ നിറഞ്ഞ പുഞ്ചിരി നിറഞ്ഞ ആ ഒരു മുഖം കണ്ടപ്പോൾ ഉമ്മയും ഉപ്പയും എളാപ്പയും ശരിക്കും മനസ്സിൽ സന്തോഷിച്ചു. ഉപ്പ പറഞ്ഞു, എൻ്റെ കുട്ടിൻ്റെ പുഞ്ചിരി മായണം എനിക്കിഷ്ടമല്ല. എൻ്റെ കുട്ടിൻ്റെ കണ്ണീരല്ല എനിക്ക് വേണ്ടിയത്. എൻ്റെ കുട്ടിൻ്റെ ആ പുഞ്ചിരി നിറഞ്ഞ മുഖമാണ് എനിക്ക് എപ്പോഴും കാണേണ്ടത്. ഒരിക്കലും എൻ്റെ കുട്ടിൻ്റെ വേദനപ്പെടുന്ന മുഖം എനിക്ക് കാണുന്ന ഇഷ്ടമല്ല. എൻ്റെ കുട്ടിൻ്റെ സന്തോഷം എന്താ അതിനനുസരിച്ച് എൻ്റെ ഒപ്പം നിൽക്കും, ഈ നോക്കിക്കോ എന്ന് പറഞ്ഞതാ നുസൈബയെ ഉപ്പ കെട്ടിപ്പിടിച്ച് അവളുടെ നെറ്റിയിൽ ചുംബിക്കുന്നു. ഇൻഷാ അല്ലാ രാവിലെ തന്നെ മാറ്റി ഒരുങ്ങിക്കോളി. എവിടെ ഏത് ഹോസ്പിറ്റലിലാണെന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പോകാം. പഠിച്ചാൽ നമ്മളെ കൂടെ ഉണ്ടാകും. എന്താ ഒരാളെ ബുദ്ധിമുട്ട് നമ്മളെ കൊണ്ട് തീരുകയാണെങ്കിൽ അതായിക്കോട്ടെ, നമ്മളെ കുട്ടിക്കും സന്തോഷമാവും. അങ്ങനെയല്ലേ. റഹീമിനും ഉമ്മാക്കും നുസൈബാക്കും ഉപ്പാക്കും നല്ല സന്തോഷ നിമിഷങ്ങൾ. ആ നേരവും ഉമ്മ പ്രാർത്ഥിച്ചു, പടച്ചോനെ ഒരു തടസ്സവും വരാതെ അങ്ങോട്ട് എത്തിക്കിട്ടണേ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മളെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ ഒരാളും പുറത്തറിയണ്ട. നമ്മൾ 4 പേരും നാളെ കാണാൻ പോകുന്നുണ്ട്. ആ പോകുന്ന കാര്യം ഒരു കുട്ടി ഇവിടെ അറിയും വേണ്ട, ഇവിടെ അറിയണ്ട, എവിടെ അറിയണ്ട. നമുക്ക് കുട്ടികളങ്ങോട്ട് തറവാട്ടിൽ കണ്ടാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കണ്ട് പുലർച്ചെയാണ് പോകാം ഇൻഷാ അല്ലാ. അതല്ല നല്ലത്. ആ രാത്രി നുസൈബക്ക് വളരെയധികം സന്തോഷമായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഷമ്മാസിനെ താൻ നാളെ കാണാൻ പോവാണ്. പഠിച്ച റബ്ബേ, എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും എളാപ്പാക്കൊക്കെ സന്തോഷമായി. എല്ലാവരും കട്ട സപ്പോർട്ടാണ് എനിക്ക് നൽകിയത്. പഠിച്ചോനെ അള്ളാഹുവേ, ഈ സന്തോഷം നീ കെടുത്തി കളയലെന്നാതാ. പലവട്ടം ഒരുപാട് ഞാൻ സന്തോഷിക്കും, പക്ഷേ അതൊക്കെ പെട്ടെന്നാണ് കെട്ടടങ്ങുന്നത്. അല്ലാ, ഇനി നീ ഇത് തകർക്കരുതേ. അള്ളാഹുവേ, നാളെ ഷമ്മാസിനെ പോയി കാണുവാനുള്ള വിധി എനിക്ക് നീ നൽകണേ റഹ്മാനെ. എൻ്റെ പ്രിയപ്പെട്ട ഷമ്മാസ്, നിന്നെ കാണാൻ ഞാൻ വരുന്നുണ്ട്. നിൻ്റെ ഹിജാബി, സത്യമായിട്ടും എനിക്ക് നിന്നോട് സംസാരിക്കണം. നിൻ്റെ അസുഖമെല്ലാം മാറും. നുസൈബ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് കിടക്കുന്നു. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.